ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഉയർന്ന് നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് താഴോട്ട് പോരുക, പഠനത്തിൽ നല്ല രീതിയിൽ നിന്നിരുന്ന മക്കൾ ചിലപ്പോൾ അതിന് താഴത്തേക്ക് പോരുക, പഠനത്തിൽ അവർക്ക് കുറവ് സംഭവിക്കുക, അതുപോലെ തന്നെ നല്ല ശമ്പളമൊക്കെ ഉണ്ടായിരുന്നു, നല്ല ജോലിയായിരുന്നു, നല്ല ജീവിതം. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴൊക്കെ കൂടുതൽ സഹനങ്ങളിലേക്കൊക്കെ കടന്നു വരിക. ഇപ്പം ചിലപ്പോൾ അതിനൊരു കാരണം ഈ പഴയ നിയമത്തിൽ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നബൂഖദ്നേസർ രാജാവിനെ കുറിച്ച് ദാനിയേൽ രാജാവിനോട് പറയുന്നു. അതായത് ബെൽഷാസർ രാജാവിനോട് അദ്ദേഹത്തിൻ്റെ പിതാവായ നബൂഖദ്നേസർ രാജാവിനുണ്ടായിട്ടുള്ള ആ ഒരു കുറവ് ദാനിയേൽ പറയുന്നത് ഇപ്രകാരമാണ്. ദാനിയേലിൻ്റെ പുസ്തകം 5-ാം അധ്യായം 20-ാമത്തെ തിരുവചനം. അവൻ അഹങ്കരിക്കുകയും ഹൃദയം കഠിനമാക്കുകയും ഗർവോടെ പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ രാജസിംഹാസനത്തിൽ നിന്നും അവൻ ബഹിഷ്കൃതനായി. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ അഹങ്കാരം വന്നു കഴിഞ്ഞാൽ ബൈബിളിൽ പറയുന്നതാണ്, അഹങ്കാരി ഞാൻ നിനക്കെതിരാണ്, നീ കാല് തട്ടി വീഴും. ജെറമ്യായുടെ പുസ്തകം 30-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം പ്രിയമുള്ളവരെ, അഹങ്കരിക്കാൻ തുടങ്ങുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ തട്ടി വീഴാൻ തുടങ്ങുകയാണ്. ജെറമ്യായുടെ പുസ്തകം 50-ാം അധ്യായം 30-31 തിരുവചനങ്ങളിലാണ് നമ്മളത് കാണുന്നത്. അഹങ്കാരി ഞാൻ നിനക്കെതിരാണ്. 50-ാം അധ്യായം 31-ാമത്തെ തിരുവചനം. 32-ാമത്തെ തിരുവചനം പറയുകയാണ്, അഹങ്കരിക്കുന്നവൻ കാൽ തട്ടി വീഴും, അവൻ എഴുന്നേൽപ്പിക്കാൻ ആരും ഉണ്ടാവുകയില്ല. പ്രിയമുള്ളവരെ, പഠനത്തിൽ അഹങ്കരിക്കുക, സൗന്ദര്യത്തിൽ അഹങ്കരിക്കുക, തൊഴിലിൽ അഹങ്കരിക്കുക, സമ്പത്തിൽ അഹങ്കരിക്കുക, ഏതൊക്കെ വിധത്തിലാണോ അഹങ്കരിക്കുന്നത് അവിടെ നിന്നും അവൻ വീഴുമെന്നുള്ളത് ദൈവവചനമാണ്. അടുത്തത്, ഹൃദയം കഠിനമാക്കുക, ഗർവോടുകൂടി മറ്റുള്ള പെരുമാറുക. അപ്രകാരമുള്ള എന്തെങ്കിലും ദുസ്വഭാവം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടോ? ഞാനൊരു അഹങ്കാരിയാണ്. മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറാൻ, എളിമയോടെ സംസാരിക്കാൻ, വിനയത്തോടെ പെരുമാറാൻ കഴിയാത്ത ഒരു തിന്മ എന്നിലുണ്ടോ? അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതാവസ്ഥയിൽ ഞാൻ താഴാൻ, വീഴാൻ, പതനത്തിലേക്ക് സാധ്യതയുണ്ട് എന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, എളിമയോടെ, സ്നേഹത്തോടെ, വിനയത്തോടെ ദൈവം മുമ്പിലും മറ്റുള്ളവരുടെ മുമ്പിലും ഏറ്റവും ലളിതമായി വിനയത്തോടെ പെരുമാറാൻ കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ അഹങ്കാരം എന്തെങ്കിലും കുറിച്ചുണ്ടെങ്കിൽ, ജീവിത പങ്കാളി, മക്കൾ, വരുമാന മാർഗം, സമ്പത്ത്, തൊഴിൽ മേഖല, പഠനം, എന്തെങ്കിലും മേഖലയിൽ ഞങ്ങൾക്ക് അഹങ്കാരം ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് മാറ്റണമേ. വിനയത്തോടെ, എളിമയോടെ ദൈവം തന്ന ദാനമാണെന്ന് മനസ്സിലാക്കി നന്ദി പറഞ്ഞ് ജീവിക്കുവാൻ കൃപ നൽകണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശത്രുവിൻ്റെ പോരുകൾ ശക്തമായി ഉയർന്നിടിലും, ശത്രുവിൻ്റെ പോരുകൾ ശക്തമായി ഉയർന്നിടിലും, എന്നെ മറയ്ക്കും താതൻ ചിറകടിയിൽ കരുതും കൺമണി പോലെയെന്നും, എന്നെ മറയ്ക്കും താതൻ ചിറകടിയിൽ കരുതും കൺമണി പോലെയെന്നും. 7 അല്ല 70 ഇരട്ടി എരിയും ചൂളയിൽ തള്ളിയാലും എരിയുകില്ല, ഞാൻ നീറുകില്ല. ചൂളയിൽ എൻ്റെ കൂടെ ഇറങ്ങും അവൻ, പതറുകില്ല, ഞാൻ ഭയപ്പെടില്ല. അഗ്നിയെ ഹിമമാക്കും ദൈവമവൻ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.